സെയ്ഫ് സൈലാബ്ദീനും ചേരുന്നുണ്ട്. സെയ്ഫ്, ഇങ്ങനെയൊക്കെയാണ് പോലീസും ഒപ്പം തന്നെ ഇത് സ്വാഭാവിക മരണമാണോ എന്നതിൽ പോലും ഒരു കൺഫർമേഷൻ വരാത്ത സാഹചര്യത്തിലാണ് നാളെ മഹാസമാധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു ട്രാക്കിലേക്ക് കയറുന്നത്, പോലീസിനെതിരെ കുടുംബം തിരിയുന്നത്. പക്ഷേ ഇതിലെ ഒരു ദുരൂഹത തീരുന്നില്ല. മക്കളുടെ മൊഴിയിലുള്ള ആ ഒരു ദുരൂഹത ഇതുവരെ തീർന്നിട്ടില്ല. കാരണം അവിടെ എത്തിയാണ് സമാധിയായത് ഇല്ലെങ്കിൽ മരിച്ചത് എന്നൊക്കെയാണ് മക്കൾ അന്ന് പറഞ്ഞത്. ആ വൈരുദ്ധ്യമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് സംഭവിച്ചത് എന്നൊരു കൃത്യമായ ധാരണയിലേക്ക് ഇല്ലെങ്കിൽ ഒരു കൺഫർമേഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭവും പോലീസിനെതിരെ തിരിയാനും നിയമപരമായി പോകാനും ഒക്കെ എന്താണ് കുടുംബത്തിന് പിന്തുണയാവുന്നത്? അത് എത്ര വലിയ ദോഷം സമൂഹത്തിലുണ്ടാക്കും? ഇത് ധന്യ പറഞ്ഞ് സൂചിപ്പിച്ച ആ ട്രാക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് 2-3 ദിവസം മുമ്പ് ആരംഭിച്ചതാണ്. ഇത് ഒരു ഹിന്ദു അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുകയാണ്. അതിനൊരു വർഗീയ സ്വഭാവം കൊണ്ടുവരാൻ വേണ്ടി അവിടെ പേരെടുത്ത് തന്നെ പറയണം, BJPയും വിശ്വ ഹിന്ദു പരിഷത്തും എല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങനെ ഒരു പണി അവിടെ ഒപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി ഇനി ആ പരിപാടിയുമായി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന ബോധ്യം ഈ പറയപ്പെട്ട ആൾക്കാർക്കുണ്ട്. ഇന്നിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്ന ആൾക്കാർക്കടക്കം അവരെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള ആൾക്കാർ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളവരാണ്. ഇന്ന് രാവിലെ മുതൽ ഇന്നലെ ഇപ്പോൾ ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മകൻ്റെ സനന്ദൻ എന്ന് പറയുന്ന ആളുടെ പ്രതികരണമായി വന്നത് ഞങ്ങൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരുമായി സംസാരിച്ച ശേഷം പ്രതികരിക്കാമെന്നുള്ളതായിരുന്നു പ്രതികരണമായി വന്നത്. പക്ഷെ അവരാരും ആ പരിസരത്തേക്ക് ഇന്നലെ വന്നിട്ടില്ല. ഇന്ന് രാവിലെ 5 മണി മുതൽ അവിടെ പോലീസിൻ്റെ വലിയ ബന്ദോബസ്ത് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 9:30യോടുകൂടി ആ മൃതദേഹം വീട്ടിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയവും ഈ പറയുന്ന ആൾക്കാരൊന്നും അവിടെ നമ്മൾ കണ്ടിട്ടില്ല. ഞാനും ഗോപാലും അവിടെ ഉണ്ടായിരുന്നു, രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഒരു മനുഷ്യനെ അവിടെ എങ്ങും കണ്ടിട്ടില്ല. ഇത് വൈകിട്ട് ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇതിനകത്ത് അസ്വാഭാവികതയില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ മാളത്തിൽ നിന്ന് ഈ ടീമുകൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഇതിനെ വേറൊരു ട്രാക്കിലേക്ക്, നേരത്തെ സൂചിപ്പിച്ച ആ ട്രാക്കിലേക്ക് വീണ്ടും കൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ കുടുംബത്തിന്റെ പിന്തുണ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരുടെ പിന്തുണ തന്നെയാണ് കുടുംബത്തിന് കിട്ടുന്ന പിന്തുണ. പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ട്രാക്കിലേക്ക് അതിനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ പോലീസ് ഇപ്പോഴും പറയുന്നതിനകത്ത് അസ്വാഭാവികതയുണ്ടോ സ്വാഭാവികതയുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇപ്പോഴല്ല. അതിനകത്ത് 3 തരത്തിലുള്ള പരിശോധനകളാണ് നടത്തുന്നത്. അത് വിദഗ്ധമായ പരിശോധനയാണ്. ആ വിദഗ്ധമായ പരിശോധനയിലൂടെ മാത്രമേ ഈ പറയുന്ന നെയ്യാറ്റിൻകര ഗോപൻ എന്നയാളുടെ മരണത്തിൻ്റെ കാരണമെന്ത് എന്ന് വ്യക്തമാവുകയുള്ളൂ. നാട്ടുകാർ ആരോപിക്കുന്ന കാര്യങ്ങളുണ്ട്. മരിച്ച ശേഷമാണോ അവിടെ കൊണ്ടുവന്ന് സമാധിയാക്കി ഇരുത്തി എന്ന് പറയപ്പെടുന്ന ആ സംവിധാനം ഒരുക്കിയത്, അതോ മരിക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ട് ഇരുത്തിയോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ ചോദിക്കുന്ന ചോദ്യമല്ല. പോലീസിൽ അങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ 2 ആഴ്ചയെങ്കിലും കാത്തിരിക്കണം. അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദമായ പരിശോധന ഫലം അത് പുറത്ത് വരണം. അതുവരെ പോലീസ് പറയുന്നത്, സാധാരണഗതിയിൽ പോലീസിൻ്റെ അടുത്ത് ചോദിച്ചാൽ അസ്വാഭാവികത ഇല്ല എന്നുണ്ടെങ്കിൽ അസ്വാഭാവികത ഇല്ല എന്ന് പോലീസ് പറയുന്നതാണ്. പക്ഷേ പോലീസ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ ഈ മരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴെന്തായാലും നൽകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൽ പരിശോധന നടത്തിയ ഫോറൻസിക്കിൻ്റെ ഡോക്ടർമാരടക്കമുള്ളവർ പറയുന്നുണ്ട് ആ തീരുമാനം അല്ലെങ്കിൽ അതെന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ആന്തരിക അവയവങ്ങളുടെയൊക്കെ പരിശോധനാ ഫലമൊക്കെ വന്നതിന് ശേഷമേ സാധിക്കുകയുള്ളൂ. പക്ഷേ നാളെ ഇപ്പോൾ ഇവർ നടത്താനിരിക്കുന്ന പരിപാടി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അതായത് കുറച്ചുകൂടി ആളെ കൂട്ടുന്ന തരത്തിലൊരു കാര്യമായിരിക്കും. അപ്പം നിലവിൽ ഇപ്പോൾ നേരത്തെ പുറത്തു വന്നിരുന്ന സ്വാഭാവിക മരണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു പരിധിയിലധികം ആളുകൾ കൂടി ഈ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് കാര്യം പോയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ ഒരു അവസരത്തെ? ഇല്ലെങ്കിൽ ഇതൊരു സ്വാഭാവിക മരണമാണെങ്കിൽ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഈ പറയുന്ന സംഘടനകൾ മുതലാക്കും എന്നാണ് കരുതുന്നത്. അത് വർഗീയമായിട്ടുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും? അത് ആ മേഖലയെ മാത്രമല്ലല്ലോ, ഒന്നടങ്കം മലയാളികളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇത് ഈ ഓരോ വിഷയത്തെ, ഓരോ ആചാരങ്ങളും, ഓരോ മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെയൊക്കെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നമ്മൾ നേരത്തെ പല സമയങ്ങളിൽ നടന്നിട്ടുണ്ട്. അത് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധികളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി സുവർണാവസരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ കേരളം കേട്ടിട്ടുള്ളതാണ്. അത് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ വലിയ പ്രക്ഷുബ്ധമായ സമരങ്ങൾക്ക് കാരണമാവുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനെ അങ്ങനെ കൊണ്ടുപോയി ഒരിടത്ത് കൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ VSDP എന്ന് പറയുന്ന സംഘടന അതൊരു സ്വതന്ത്ര സംഘടനയാണെന്ന് അവർ പറയുന്നു. പക്ഷേ BJPയുമായി അടുത്ത് നിന്ന് സഹകരിക്കുന്ന സംഘടനയാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ആ ചേരുതിരിവുണ്ടാക്കിയെടുക്കുന്നത് ഏത് സ്വഭാവത്തിലേക്കാണ് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ തന്നെ കഴിയുകയും ചെയ്യും. എന്തായാലും ഒരു വലിയ സംഘർഷാവസ്ഥയിലേക്കൊന്നും നാളത്തെ ഈ ചടങ്ങ്
പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇപ്പോൾ മരിച്ചയാളുടെ മൃതദേഹം അടക്കുമ്പോൾ ആ നാട്ടുകാർ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോഴും പറയുന്നത് അവർ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണം. അദ്ദേഹം കാലങ്ങളായിട്ട് ആ നാട്ടിലുള്ള ആളാണ്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഒരു മരണം നടക്കുമ്പോൾ സാധാരണഗതിയിൽ നാട്ടുനടപ്പ് പോലെ ഒരു മരണം നടക്കുന്ന വീട്ടിലേക്കൊക്കെ പോയി ആ മരിച്ച ആളെ കാണാറുണ്ട്. അതിനുള്ള സൗകര്യം ഒരുക്കണമെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ നാട്ടുകാരൊക്കെ ആ മരണ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞാലും അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി അതിനെ ഇങ്ങനെ കത്തിച്ച് നിർത്താൻ വേണ്ടിയുള്ള നീക്കമൊക്കെ നടത്തുക എത്രത്തോളം പ്രായോഗികമായൊക്കെ വരും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി കാണേണ്ടതാണ്. ധന്യ. ശരി സൈഫ്.